ക്ലീറ്റോ ഭയങ്കര സംഭവമായി പോയില്ല അത്. ഈ മറ്റേ സർക്കാർ ആനനെ ഏറ്റെടുത്ത ഭക്ഷണവും ചികിത്സയൊക്കെ. അപ്പുക്കുട്ടൻ സാറിന് എന്നെ വിളിക്കാൻ ചീത്തയൊന്നും ബാക്കിയില്ല. എന്തിനാ? നിന്റെ അനിയനാണ് എല്ലാത്തിനും മുന്നിൽ നിന്നതെന്ന്. അവൻ കാരണമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടായെന്ന്. എന്തൊരു ദ്രോഹമാണ് അവൻ ചെയ്തത്. പാർട്ടിയിൽ എല്ലാരും എന്നെ ഒറ്റപ്പെടുത്തി. അതിപ്പോ അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ, അറിയാതെ ചെയ്തതല്ലേ. അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞില്ല എന്നാ അത് വന്ന് പറയാൻ ഞാൻ അവനെ വിളിച്ചു. അപ്പുക്കുട്ടൻ സാറിൻ്റെ അടുത്ത് പോയി ഒരു വാക്ക് പറഞ്ഞ് അറിയാതെ ചെയ്തതാണെന്ന് പറയാം. എന്നിട്ട് അവൻ വന്നോ? വന്നില്ല. അപ്പം മറ്റവനും കൂടെ സപ്പോർട്ട്, പോലീസുകാരെ എല്ലാരും കൂടെ എന്നെ ഇതാക്കിക്കൊണ്ടിരിക്കുക. അവൻ സപ്പോർട്ടൊന്നും അല്ല ക്ലീറ്റോ. അല്ലടി അല്ല. ക്ലീറ്റോ ഞാൻ ചായ എടുക്കട്ടെ? എനിക്ക് ഇച്ചിരി വിഷം കലക്കിത്ത. വിഷം ഞാൻ സന്തോഷത്തോടെ കുടിക്കാം. അയ്യോ, ഒരു വലിയ കാര്യം പറയാൻ മറന്നു ക്ലീറ്റോനോട്. ഇതൊക്കെ ആനയും കുതിരയൊക്കെ എവിടെയെങ്കിലും കിടക്കട്ടെ, ഇച്ചിരി ഒതുക്കിയിട്ട് ക്ലീറ്റോ. അതല്ലേ രസം. തമ്പിയണ്ണന്റെ പുതിയ നാടകം പൂജ തുടങ്ങാൻ പോണ. അപ്പൊ ക്ലീറ്റോനെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. നോട്ടീസ്, ആനയെ സ്നേഹിച്ചാണ് നാടകത്തിന്റെ. സ്വസ്ഥത എടുത്താനായിട്ട് ഓരോന്നും. ബലമതിൽ കേറിയിരുന്നോൻ ദുർമൃത്യുവിൻ മുമ്പിലെ സേവക്കാരനൊരു മോനപ്പൂർവം അല്ല, ആണടി തോന്നണതാ. എല്ലാവരും വെച്ചിട്ടുണ്ട്. ആ നരനുടെ തോക്കൊന്നലറി അശരണന്മാരെയോ വിളിച്ചു കേനടിഞ്ഞാൻ മദഗജം. ആ വെടിയിട്ട് ആന ഇങ്ങനെ ജോബിനെ വിറപ്പിക്കുമാ വിളി കേട്ടോ. മണിക്കോവിലിൽ മയങ്ങുന്ന മാനവരുടെ ദൈവം. നീ ഇവിടെ നീ പാട്ടും പാടിയും എന്നെ ഭർത്താവിനെ അവമാനിച്ച് കുടുംബകാലം ഉണ്ടാക്കരുത്. എന്നിട്ട് പോയിക്കേടാ. വൈലോപ്പിള്ളിയുടെ സഖ്യന്റെ മകൻ എന്ന കവിത ഞാൻ അവക്ക് പറഞ്ഞു കൊടുക്കല്ലേ മോക്ക്? സൂപ്പർ കവിത, സൂപ്പർ. ഇതും അതുമായിട്ട് എന്ത് ബന്ധം? അവൻ ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. സർക്കാരിന്റെ ഉത്തരവ് വന്നു ആനക്ക് തീറ്റ കൊടുക്കാനുണ്ട്. അത് മര്യാദയുള്ള കാര്യമല്ല. അതൊക്കെ കഴിഞ്ഞില്ല. ഇനി അതിനെപ്പറ്റി കവിത പാടും ഒന്നുമില്ല, താളമില്ല, കേൾക്കാൻ ഒരു ഇമ്പമുണ്ട്. എങ്കിലും അത് ചെന്നു മാറ്റൊലിക്കൊണ്ട് പുത്രസങ്കടം സഹിയാതെ സഖ്യന്റെ ഹൃദയത്തിൽ. ഒരു മൈക്കും കൂടെ വെച്ചിട്ട് എന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് കൊട്ടിപ്പാടറ. മന ഒറ്റപ്പെടുത്തി നാണം കെടുത്തിയപ്പോ നിനക്ക് സമാധാനമായല്ലോ അല്ലേ? നീ അത് വിടറേ. വിടൂലടാ. ഞാൻ എങ്ങനെ വിടും? ഈ ഒരു വിവരം അറിഞ്ഞപ്പോ നീയൊക്കെ എൻ്റെ അടുത്ത് ഒന്ന് മര്യാദയ്ക്ക് പറയാത്തത്. പോട്ട് ആനയെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ എല്ലാവരും കൂടെ ലഡുവൊക്കെ മേടിച്ചുകൊണ്ട് വിതരണം നടത്തി അതും അങ്ങ് വൈറലാക്കി. നാണം കെടുത്തി. അത് വേറെ ആരാണ്ട് ചെയ്തില്ലേ മച്ചമ്പി? നിനക്ക് ആനയാണ് വലുത്, ഞാനല്ല. എനിക്കറിയാത്. ഇനി ഈ വീട്ടിൽ കയറി പോലെ നീ അവിടെ എങ്ങാനും കിടന്നോണം. നീ ആരെ വിളിച്ച് പറയടാ? നീ മിണ്ടരുത്. നീ ഒറ്റ ഒരുത്തനാണ് ഇതിനെല്ലാം കാരണം. കണക്കാ നീ അറിയാത്ത പോലെ എന്നിട്ട് നിക്കല്ലേ? എന്താ ഞങ്ങളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കണം നീ തന്നെയാണ്. എടേ അവൻ ചെയ്ത ഒരു നല്ല കാര്യമല്ല. നീ ആലോചിക്കാണ്. നാക്കെടുക്കാ പ്രാണി അതിന് സ്വന്തമായിട്ട് ജോലിക്കാൻ പറ്റുമോ? ആയ കാലത്ത് ആനെ കൊണ്ട് പണി മൊത്തം ചെയ്യിപ്പിച്ചിട്ട് പണി മൊത്തം ചെയ്യിച്ചിട്ട് അതിന് പട്ടിണിക്കണമെന്ന് ശരിയാണോ? മര്യാദ. നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നാളെ രാവിലെ പോണം നമുക്ക്. അവിടെ പോയിട്ട് ഈ ആനയ്ക്ക് തീറ്റ കൊടുക്കുന്നത് കൊടുക്കാത്തത് എല്ലാത്തിന്റെ വീഡിയോ എടുത്ത് വൈറലാക്കി. എന്നിട്ട് അവന്റെ നേതാക്കന്മാരെ മുമ്പ് പോക്കാത്ത അവസ്ഥയായി. എന്നെ ഉണ്ടല്ലോടോ നിന്നെ. ഇവിടെ കയറാൻ പറഞ്ഞു. ഇതിപ്പോ എന്താണ്ടായേ? നല്ല കവിത. നിനക്ക് എന്താ മനസ്സിലായിട്ട്? എനിക്കെല്ലാം മനസ്സിലാക്കി. നല്ല പോഷകം അല്ലാതെ കിട്ടുന്നുണ്ട്.